ഏത്തപ്പഴം വെച്ച് അടിപൊളി ഒരു ഐറ്റം നമുക്കിന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല പഴുത്ത ഏത്തപ്പഴം ചെറിയ പീസായി അരിഞ്ഞത് നമ്മൾ 1 കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പം ഏത്തപ്പഴം അരിഞ്ഞത് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പഴുപ്പ് കൂടിയാലും തൊലി കറുത്തു പോയാലും ഏത്തപ്പഴം ഇനിയും കളയല്ല. ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. വഴന്നു വന്ന ഏത്തപ്പഴത്തിലേക്ക് നമ്മൾ ഉരുക്കി അരിച്ചെടുത്ത ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തേങ്ങ ചിരകിയതുകൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയും ഏത്തപ്പഴവും ശർക്കരപ്പാനിയിൽ നന്നായിട്ട് വിളയിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു 1/4 സ്പൂണ് ഏലക്കാപ്പൊടി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. തേങ്ങയും ശർക്കരയും ഏത്തപ്പഴവും എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റോടു കൂടിയ നമ്മുടെ ഏത്തപ്പഴം വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഏത്തപ്പഴം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കൊക്കെ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ ഉറപ്പായിട്ടും അവർ കഴിക്കും. പുതിയ രുചിക്കൂട്ടുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ